ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ തംബ്നെയിലിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എൻ്റെ ഒരു മോർണിംഗ് ഡേ റൊട്ടീൻ. അത് മോളെ ആക്കുന്ന വരെയുള്ള ആ ഒരു ടൈം മാത്രമാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. രാവിലെ എണീറ്റ് ഞാൻ എന്താ ചോറ് വെച്ചിട്ടുണ്ട്, പിന്നെ കുടിക്കാനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. ഉപ്പേരി ഞാൻ പ്ലാൻ ചെയ്തതെന്ന് ക്യാരറ്റും അതേപോലെ തന്നെ ക്യാബേജും രണ്ടും കൂടി മിക്സ് ചെയ്താൽ മോൾക്ക് അത്യാവശ്യം ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു ക്യാരറ്റും അതേപോലെ തന്നെ ക്യാബേജും ഞാൻ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് നമ്മളെ ചോപ്പറിലിട്ടിട്ടായിരുന്നു ചെയ്യലുണ്ടായിരുന്നത്. അപ്പോൾ വേഗം പണി കഴിയും, പക്ഷേ എനിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടിയില്ല. ഇങ്ങനൊരു നീളത്തിലൊക്കെ അരിഞ്ഞിടുമ്പോഴാണ് ഞാനതിനൊരു ആ ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ അരിഞ്ഞ് അടിപൊളിയാക്കി അരിഞ്ഞ് മോൾ എണീക്കുന്നേ ഉള്ളൂ, മോളും ഹസ്ബൻഡൊക്കെ എഴുന്നേൽക്കുന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഇതൊക്കെ അരിഞ്ഞ് ഉപ്പേരിയൊക്കെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അവൾ എണീക്കുമ്പോഴത്തേക്ക് അവളുടെ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാമല്ലോ. അപ്പോൾ ഈ ഇടയായിട്ട് ഭയങ്കര മഴയാണ്. അപ്പോൾ യൂണിഫോം അവളുടെ സ്കേർട്ടിന് അത്യാവശ്യം കട്ടിയുണ്ട്. അതുകൊണ്ട് അവളുടെ യൂണിഫോമൊന്നും അങ്ങനെ പെട്ടെന്ന് എനിക്ക് ഉണങ്ങി കിട്ടില്ല. അപ്പോൾ ഈ ഒരു മഴയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ വേഗം ഡ്രസ്സൊക്കെ ഉണങ്ങി കിട്ടുമായിരുന്നു. അതേപോലെ തന്നെ എൻ്റെ ബെഡ്ഷീറ്റുകൾ അതൊക്കെ ഇതേ കണക്കാണ്. ആറിയിട്ട ഒരു 2-3 ദിവസം 4 ദിവസം എങ്ങനെയായാലും എടുക്കുമെന്ന് ഉണങ്ങി കിട്ടാൻ. അപ്പോൾ ചോറപ്പുറത്ത് വെച്ച് റെഡിയായിട്ടുണ്ട്, അത് ഞാൻ അടച്ചു വെച്ചു. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ഊറ്റിയാൽ മതി. പിന്നെ അതേപോലെ തന്നെ കുടിക്കാനുള്ള വെള്ളവും അവൾ എണീക്കുമ്പോഴത്തേക്കൊക്കെ അപ്പോഴത്തേക്കൊന്ന് ആറിക്കോളും. ഞാൻ കടുകൊക്കെ പൊട്ടിച്ച് ഈ പച്ചമുളകാണ് ഞാൻ ഇടൽ. ആദ്യം എനിക്ക് അമ്മ കാന്താരി ഉണക്കി പൊടിച്ചിട്ട് തന്നുവിടുമായിരുന്നു. ആ സമയത്ത് ഞാൻ പച്ചമുളക് വാങ്ങലുണ്ടായിരുന്നില്ല, അതായിരുന്നു ഇടൽ. ഒരളവ് നോക്കിയിട്ടാൽ മതി, അതും കുറച്ചിട്ടാൽ മതി. അത്യാവശ്യം നല്ല എരിവ് കാന്താരി അല്ലേ. ഞാൻ ജസ്റ്റ് ഇത് കടുക് വറുത്തിട്ട് അതിലേക്ക് ഈ കട്ട് ചെയ്ത് വെച്ച് നമ്മുടെ പീസസ് ഇട്ടിട്ട് അതിലേക്ക് പച്ചമുളകും മുറിച്ചിടും, പിന്നെ കുറച്ച് മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് ജസ്റ്റ് മിക്സ് ചെയ്യും. അഡീഷണൽ വെള്ളമൊന്നും ചേർക്കില്ല കേട്ടോ ഞാനതിൽ. ജസ്റ്റ് സിമ്മിലിട്ടിട്ട് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്യാബേജിൽ നിന്ന് തന്നെ നമുക്ക് ഒരു വെള്ളം വരാനുണ്ട്. അപ്പം ആ ഒരു ഇതിൽ വേവുമ്പോഴാണ് ടേസ്റ്റ്. നമ്മൾ എക്സ്ട്രാ വെള്ളം ഒഴിക്കുമ്പോഴും ടേസ്റ്റ് കുറയും. മോളുടെ ഡ്രസ്സ് ഞാൻ രാവിലെ എണീറ്റപ്പോൾ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊന്ന് വീഡിയോ എടുത്തു, പക്ഷെ അത് കാണുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് ഷർട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് വരാനുള്ളൊരു ദേഷ്യം ഉണ്ടല്ലോ, എല്ലാ പണീൻ്റെ ഇടയിൽ അത് ചെയ്ത് തീർക്കുക എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടാണ്. എന്നാലും വേണ്ടിയില്ല, രാവിലെ അല്ലേ ചീത്ത പറയണ്ട അങ്ങനെ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അതും കൂടി അങ്ങ് തേച്ച് ഫിനിഷ് ചെയ്ത് വെക്കുന്നുണ്ട്. ഷർട്ടും മോളുടെ ഡ്രസ്സൊക്കെ ഞാൻ ഓൾറെഡി തേച്ച് ബാഗും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏട്ടനും കൂടി ഷർട്ട് തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ വേഗം കുളിച്ച് മാറ്റി കഴിഞ്ഞാൽ ഡ്രസ്സ് ഇട്ടിട്ട് അവളെ അവിടെ ഡ്രോപ്പ് ചെയ്തോളും, ബസ്സിൻ്റെ അടുത്തേക്ക് ആക്കിക്കോളും. അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ഈ പണികളൊക്കെ കഴിഞ്ഞിട്ടേ ഇവരെ വിളിക്കാൻ പറ്റുള്ളൂ. ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം കൂടി നടക്കില്ല. ഇവൾ നേരത്തെ എണീറ്റാൽ പിന്നെ എൻ്റെ ഒരു പണിയും നടക്കില്ല. 5 മിനിറ്റ് കൊണ്ട് ഞാൻ ചെയ്യേണ്ട പണിയൊക്കെ ഒരു 20-25 മിനിറ്റിൻ്റെ ഉള്ളിൽ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവളെ എഴുന്നേൽപ്പിക്കുക എന്ന് പറയുന്നത് ടാസ്ക്കുള്ള പരിപാടിയാണ്. ഞാൻ എണീറ്റ് പോകുമ്പോൾ തന്നെ ഞാൻ ഒരു വിളി വിളിക്കും. അത് കഴിഞ്ഞ് ഞാൻ കുക്കിങ്ങിൻ്റെ ഇടയിലൊക്കെ ഞാൻ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട്. എന്നാലേ അവളുടെ ഉറക്കം അങ്ങ് കംപ്ലീറ്റ് ആവുകയുള്ളൂ. പോകാനുള്ള ഒരു സമയത്ത് ഞാനൊരു 7-7:30 ആകുമ്പോഴാട്ടോ അവളെ വിളിക്കുക. അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ പണികളൊക്കെ അത്യാവശ്യം കംപ്ലീറ്റ് ചെയ്യും, എന്നിട്ട് അവളെ വിളിക്കുകയുള്ളൂ. ഹസ്ബൻഡും അതേപോലെ തന്നെ നല്ല ഉറക്കത്തിലാണ്. ആളെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കണം, ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ എഴുന്നേൽക്കില്ല. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, തണുപ്പല്ലേ, നല്ല തണുപ്പും മഴയും അടിപൊളിയായിട്ട് നമുക്ക് രാവിലെയാണല്ലോ നമുക്ക് ശരിക്കും ഉറക്കം വരിക. രാത്രിയൊക്കെ ചിലപ്പോൾ അത്ര ഡീപ്പ് ഉറക്കം കിട്ടുമൊന്നുമില്ല. നമുക്ക് രാവിലെ ഒരു ഉറക്കം വരാണ്ട്, അതാണ് നല്ല ഉറക്കം, അടിപൊളി ഉറക്കം. ആ ഉറക്കം അങ്ങനെ ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ ഞാനും അങ്ങനെ വിചാരിക്കലൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ ഇന്നലെ കുളിച്ച് വന്നിട്ട് ഓൾ സ്പൈഡർമാനാണ്. സ്പൈഡർമാൻ്റെ ഡ്രസ്സ് ഇട്ട് തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് സ്പൈഡർമാൻ്റെ ഡ്രസ്സ് ഇട്ടിട്ടാണ് കേട്ടോ കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കൊഞ്ചിപ്പിക്കണം, എന്നാലൊക്കെ എണീറ്റ് വരാൻ അങ്ങ് പറ്റുള്ളൂ. അത് കഴിഞ്ഞ് ഇവളെ എഴുന്നേൽപ്പിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോമഡിയാണ്. കാല് പിടിച്ച് വലിക്കണം, കാല് പിടിച്ച് വലിച്ചാലാണ് അവളെ ഉറക്കം തീരുക, അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറയുക. എന്തായാലും ഞാൻ കുറച്ച് നേരം ഒരു 5 മിനിറ്റ് ഇട്ട് കൊഞ്ചിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറയും, അയ്യോ ഞാൻ അടുപ്പത്ത് ഓരോ സാധനം വെച്ചിട്ടാ വന്നേ, മാറിക്കുക അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വേഗം അവരുടെ അടുത്തുനിന്ന് എസ്കേപ്പ് അടിക്കില്ല. ഏട്ടനെ സുഖമായിട്ട് ഞങ്ങളെന്ത് വർത്താനം പറഞ്ഞാലും ആരും എവിടെ മൈൻഡ് ചെയ്യുമൊന്നുമില്ല, അവിടെ കിടന്ന് ഉറങ്ങും. അപ്പം ഞാൻ 2 അടി കൊടുത്താൽ വേഗം എണീക്കും.
അതാ എന്നിട്ട് ഞാനെന്താ ഇവളെ എണീപ്പിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ നിങ്ങൾ വീഡിയോയിൽ കാണുന്നില്ലേ, ഇങ്ങോട്ട് തിരിഞ്ഞ് അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. എൻ്റെ സമയം പോകുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. ഇങ്ങനെ കുറച്ച് നേരം തമാശ കളിച്ച് ഇരുന്ന് പിന്നെ ക്ലോക്ക് നോക്കുമ്പോൾ അയ്യോ ഇത്രയും സമയം പോയോ എന്ന് വിചാരിക്കാം. പിന്നെ ഇതാ ആൾ എണീറ്റ് വന്നിട്ടുണ്ട്. എണീറ്റ് വന്നിട്ട് ഇതാ ബ്രഷ് ചെയ്യാണ്. ഞാൻ ഇവളെ കൊണ്ട് അത്യാവശ്യം അവളുടെ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കും. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ പുറകെ നടക്കണം. അല്ലെങ്കിൽ ഇന്നിപ്പോൾ ഈ ഒരു പ്രായത്തിൽ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് എല്ലാ പ്രായത്തിലും നമ്മൾ തന്നെ അത് ചെയ്തു കൊടുക്കേണ്ടി വരും. അപ്പോൾ അവരെ കൊണ്ടാവുന്നതെന്ന് വെച്ചാൽ എല്ലാ പണിയും അവരുടെ കാര്യങ്ങളെല്ലാം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതല്ല. ഞാൻ അവളെ കൊണ്ട് പറ്റണം ഈ ബ്രഷ് ചെയ്യുക അങ്ങനത്തതൊക്കെ പതുക്കെ സമയമുണ്ടെങ്കിൽ, സമയമില്ലെങ്കിൽ ഞാൻ തന്നെ വേഗം ചെയ്ത് കൊടുക്കും കേട്ടോ. ഇന്നിപ്പോൾ ഇത്തിരി സമയം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അവളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുകയാണ്. പേസ്റ്റ് എടുത്ത് ബ്രഷിൽ തേച്ച് അങ്ങനെ പല്ല് ഒറ്റയ്ക്ക് തേക്കുക എന്നുള്ള ഇതിൽ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ടും അവിടെ മഹാൻ എഴുന്നേറ്റിട്ടില്ല. അവളൊക്കെ ഓരോ കോപ്രായങ്ങളൊക്കെ കാണിക്കുകയാണ്. അവൾ പോയി വിളിക്കുക, നീക്കി പപ്പ നീക്കി നീക്കിന്ന്. എൻ്റെ ഒരു ഡോസ് കഴിഞ്ഞാൽ അവളുടെ വിളി ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ബോർഡിൽ എഴുതുക. എന്തെങ്കിലും കുരുത്തക്കേട് ഉണ്ടാവും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബോർഡിലൊക്കെ എഴുതി കളിച്ച് അങ്ങനെയൊക്കെ പതുക്കിയൊക്കെ ഇതാക്കുള്ളൂ. ഭയങ്കര സ്ലോ ആണ് കേട്ടോ ആൾ. അത് കഴിഞ്ഞ് അതാ ഞാൻ അവളെ ഡ്രസ്സൊക്കെ മാറ്റിച്ച് മേലൊക്കെ കഴുകിപ്പിച്ച് വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ നോർമലി അവളെ കുളിപ്പിക്കും. അപ്പോൾ രാവിലെ പിന്നെ കുളിപ്പിക്കേണ്ട ആവശ്യമില്ല. ഒന്നാമത് ഇപ്പോൾ മഴയും കൂടിയല്ലേ, പിന്നെ ഈ നനഞ്ഞ മുടിയൊക്കെ ആയിട്ട് പോകാമെന്ന് പറയുമ്പോൾ എനിക്കൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ഭയങ്കര ഇറിറ്റേഷനായിരുന്നു നനഞ്ഞ മുടി എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവളെ അങ്ങനെ നിർബന്ധിപ്പിക്കില്ല. ഞാൻ എന്നിട്ട് എന്താക്കും, ജസ്റ്റ് ഒന്ന് മേല് കഴുകിയെടുക്കുകയുള്ളൂ. ഭക്ഷണമൊക്കെ കഴിപ്പിച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കുന്ന വീഡിയോയും മിസ്സായിട്ടോ. ഭക്ഷണം ഞാൻ രാവിലെ അവൾ അങ്ങനെ ഹെവി ആയിട്ട് കഴിക്കില്ല. രാവിലെ എന്തെങ്കിലും ജസ്റ്റ് ഒരു ഹോർലിക്സോ അങ്ങനെ എന്തെങ്കിലും മാത്രമേ കുടിക്കുകയുള്ളൂ. പിന്നെ സ്നാക്സ് കൊണ്ടുപോകുന്നത് ഒരു 2 പീരീഡ് കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ആശ്വാസം. ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന സ്കൂളിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ഈവനിങ് ആണ് സ്നാക്സ് കൊടുക്കുന്നത്. ഇതിപ്പോൾ മോർണിംഗ് തന്നെ സ്നാക്സ് കൊടുക്കുന്നതുകൊണ്ട് വേറെ വലിയ കുഴപ്പമൊന്നുമില്ല, അത്ര വിശക്കൊന്നുമില്ല. ആദ്യം ഞാൻ ഇവളെ ക്രീം തേപ്പിക്കും കേട്ടോ. ക്രീം നമ്മുടെ ലവ് ലാപ്പിൻ്റെ ക്രീമാണ് ഞാൻ അവളെ തേപ്പിക്കുന്നത്. ഞാനത് ഓൺലൈനിൽ വാങ്ങിയതാട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റിൽ പോയപ്പം ഇതേ ബോട്ടിൽ അവിടെ ഇരിക്കുന്നുണ്ടോ. അവിടെ ഏകദേശം 360 റുപ്പീസായിരുന്നു ഞാനതിന് കണ്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഞാനിത് ഓൺലൈനിൽ വാങ്ങിയപ്പോൾ എനിക്ക് ഏകദേശം 160 റുപ്പീസിനോ അങ്ങനെ എന്തോ കിട്ടിയത്. അപ്പോൾ ഈ ഒരു പ്രായമുള്ള കുട്ടികളുടെ പാരൻസ് കാണുകയാണെന്നുണ്ടെങ്കിൽ, ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ. ആ സമയത്ത് നമ്മളെ കുറച്ച് സോപ്പ് ഇടണം. ആ സമയത്തൊക്കെ കിട്ടുകയുള്ളൂ, അല്ലാത്തപ്പോൾ ഫുള്ള് കളിയൊക്കെ ആയിരിക്കും. എന്നിട്ട് ക്രീമൊക്കെ തേപ്പിച്ച് യൂണിഫോം ഇട്ട് ബെൽറ്റൊക്കെ ഇട്ട് റെഡിയാക്കണം. എന്നിപ്പോൾ നീ ഷൂവും സോക്സും ഇടണ്ടെന്ന് വിചാരിക്കുന്നു. എന്നുവെച്ചാൽ ഷൂ സോക്സും നനയുകയൊക്കെ ചെയ്താൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. മഴയുള്ള സമയത്ത് ഇടണ്ടെന്ന് പിന്നെ മാമും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ യൂണിഫോം ഇപ്പോൾ വരുന്ന യൂണിഫോം ഒരു ഷർട്ട്, അതിൽ അവരുടെ സ്കൂളിൻ്റെ എംബ്ലം കാര്യങ്ങളൊക്കെ ഉണ്ട്, അതും വരുന്നുണ്ട്. ഒരു സ്കേർട്ടാണ്, ഞാൻ പറഞ്ഞില്ലേ ഈ സ്കേർട്ടിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, കട്ടിയുള്ള ക്ലോത്താണ്. അപ്പോൾ ആ സ്കേർട്ട് ഞാൻ എങ്ങനെ നല്ല രീതിക്ക് ഇട്ട് കൊടുത്താലും തിരിച്ച് വന്ന് വരുമ്പോൾ വൈകുന്നേരം വരുമ്പോൾ കോലമൊക്കെ മാറിയിട്ടുണ്ടാവും, എവിടെയോ എത്തിയിട്ടുണ്ടാവും സ്കേർട്ട് ഞാൻ കുറച്ച് നീളത്തിലായിരുന്നു അടുപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തിരിച്ച് വരുമ്പോഴത്തേക്ക് മുട്ടിൻ്റെ താഴെ ഉണ്ടാവും. എന്തായാലും കുഴപ്പമില്ല, ഒരു വർഷമല്ലേ, UKG ഒക്കെ അല്ലേ, അങ്ങനെ വിചാരിച്ചിങ്ങനെ വിടും. പിന്നെ അതേപോലെ തന്നെ യൂണിഫോം അവളെ കൊണ്ട് ഞാൻ അങ്ങനെ ഇടിയിപ്പിക്കലില്ല. എന്ന് വെച്ചാൽ അതാവില്ല, അവൾക്ക് പുതിയ യൂണിഫോമാണ്. അപ്പം അവൾ അതിനോടൊക്കെ ഒന്ന് ഇതായി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ തന്നെ ചെയ്ത് കൊടുക്കും കേട്ടോ. യൂണിഫോം ഇട്ട് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏത് പുതിയ ഡ്രസ്സ് ഇട്ട് കാണുമ്പോഴും എനിക്ക് ഓരോ ഡ്രസ്സിനനുസരിച്ച് അവളെ ഫേസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പിന്നെ ഓരോന്ന് പറഞ്ഞ് സോപ്പിട്ടിട്ടൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ വിചാരിക്കുക എന്നും ഇങ്ങനെയാണെന്ന്, ഒരിക്കലുമില്ല. എന്നും ഇങ്ങനെയൊന്നുമല്ല. ഇവള് ഭയങ്കര കുരുത്തക്കേടുള്ള ആളാണ്. അപ്പം നല്ല സോപ്പിട്ട് നിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നിനും സമ്മതിക്കൂല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് മുടി മേക്കപ്പ് കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നും ഇവിടേക്ക് സ്കൂളിലേക്ക് ഒന്നും അലൗഡല്ല. ഈവൻ ബാംഗിൾസ് പോലും അലൗഡല്ല. ഞാൻ ആദ്യമൊക്കെ ബാംഗിൾസ് ഇട്ട് കൊടുക്കുമായിരുന്നു, പിന്നെയാണ് മാം പറഞ്ഞത് ബാംഗിൾസ് അലൗഡല്ല സ്കൂളിലേക്ക് എന്ന്. അപ്പോൾ ജസ്റ്റ് മുടിയും ഞാൻ വെട്ടിക്കളഞ്ഞത് കൊണ്ട്, നിങ്ങൾ ഫസ്റ്റ് വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം അത്യാവശ്യം മുടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ മുടി ഇല്ല കേട്ടോ. മുടി അത്യാവശ്യം ഞാൻ വെട്ടിയിട്ടുണ്ട്, ബോയ് കട്ട് പോലെ അടിച്ചതാണ്.
ജസ്റ്റ് ഒന്ന് ചീകിയിട്ട് ഞാൻ 2 ബ്ലാക്ക് ക്ലിപ്പ് കുത്തി കൊടുക്കും. അത്രേ ചെയ്യുന്നുള്ളൂ കേട്ടോ. പിന്നെ സ്റ്റിക്കർ പൊട്ടാണ്, മറ്റേ നോർമൽ ഞാൻ അങ്ങനെ തൊട്ട് കൊടുക്കലെന്ന് വെച്ചാൽ ഐലൈനറിൻ്റെ ഉണ്ട്, ഒരു ഡോട്ട് ഇട്ട് കൊടുക്കും ബ്ലാക്ക്. അതൊക്കെ ഇഷ്ടമല്ല, എങ്ങനെ തൊട്ട് കൊടുത്താലും കുറച്ച് കഴിയുമ്പോൾ തുടച്ച് കളയും. അതുകൊണ്ട് ഞാൻ സ്റ്റിക്കർ പൊട്ട് തന്നെയാണ് തൊട്ട് കൊടുക്കാൽ. എന്നാലും ഞാൻ ഇടയ്ക്ക് ഞാൻ അങ്ങനെ സ്റ്റിക്കർ പൊട്ട് പ്രോത്സാഹിപ്പിക്കുന്നില്ല. എന്നുവെച്ചാൽ അത് തൊട്ട സ്ഥലത്ത് ഇങ്ങനെ എപ്പോഴും ഒരു വൈറ്റ് ഷെയ്ഡ് ഉണ്ടാവും. ഞാൻ എവിടെയോ വായിച്ച പോലെ എനിക്ക് തോന്നുന്നു സ്റ്റിക്കർ പൊട്ട് എപ്പോഴും ഇങ്ങനെ തൊടാൻ പാടില്ല എന്നിങ്ങനെ. അപ്പം സ്റ്റിക്കർ പൊട്ടാണ് സ്കൂളിലേക്ക് തൊട്ട് കൊടുത്തത്. പക്ഷേ ഇന്ന് ഞാൻ അതൊക്കെ കഴിഞ്ഞ് ഒരു കെട്ടിപ്പടുത്ത ഓമ്മയൊക്കെ കഴിഞ്ഞ് ഞാൻ അവളോട് തന്നെ പറയാണ് പോയിട്ട് ചെരുപ്പിടാൻ. പാത്രം ഒക്കെ ടേബിളിൻ്റെ മുകളിൽ തന്നെ ഉണ്ട്. അവൾ ചായ കുടിച്ചതിൻ്റെ പാത്രമാണ്. അതൊക്കെ അവർ പോയി കഴിഞ്ഞാലേ എനിക്ക് റെഡിയാക്കി ഒതുക്കി വെക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ നല്ല മഴയാണ് പുറത്ത്. ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോഴും ഒക്കെ ടൈമിൽ ഫുള്ള് ഭയങ്കര പെരും മഴ എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് കൊണ്ട് അടുത്ത മഴ വരിക. ഭയങ്കര ചറപറാന്ന് വലിയ മഴ പെയ്യും, പിന്നെ മഴ പോവും, പിന്നെ അടുത്ത സെക്കൻഡിൽ പെട്ടെന്ന് മഴ പെയ്യും. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള മഴകളാണ്. അപ്പോൾ ഇതാ അവളെ കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഇടാനൊക്കെ അറിയാം കേട്ടോ. പക്ഷേ ഇടയ്ക്ക് എന്നോട് പറയും അമ്മ ഇട്ടതാന്ന് പറയും. അങ്ങനത്തെ സമയത്തൊക്കെ ഞാൻ ഇട്ട് കൊടുക്കും. ഇതിപ്പം അവളെ കൊണ്ട് തന്നെ ഞാൻ ചെയ്യിപ്പിക്കുകയാണ്. ചെയ്യിപ്പിച്ച് അവളെ കൊണ്ട് തന്നെ ഉള്ള എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിക്കണം എന്ന് തന്നെയാണ് എനിക്ക് ഉള്ളത് കേട്ടോ. നമ്മൾ ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികളുടെ പാരൻസ് ആണെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ പല വീഡിയോസിലും ഡോക്ടേഴ്സ് പറയുന്നതും അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. അവർക്ക് സ്വയം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാം. പിന്നെ ഇതാ എൻ്റെ ക്യാമറാമാൻ മോളായിട്ടുണ്ട്. ഞാൻ ഇനി ലഞ്ച് ബോക്സും കൂടി എനിക്കൊന്ന് ഫില്ല് ചെയ്യാനുള്ളൂ. അത് ഒക്കെ ആയതാണ്, കുക്കിങ്ങൊക്കെ കഴിഞ്ഞതാണ്. അപ്പോൾ അതാ ജസ്റ്റ് അതിലേക്ക് ഞാനൊരു അവൾക്ക് ചോറും കറിയൊന്നും ഞാൻ വെച്ച് കൊടുക്കാറില്ല. എന്ന് വെച്ചാൽ വെള്ളം ഒലിക്കുമല്ലോ, അതോളം അങ്ങനെ കഴിക്കില്ല. ജസ്റ്റ് ഒരു ഉപ്പേരിയും വെച്ച് കൊടുക്കും. നേരത്തെ ഉണ്ടാക്കിയ ഉപ്പേരിയും വെച്ച് കൊടുക്കും. ഉപ്പേരി കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കും കേട്ടോ. ഉപ്പേരി കൊടുത്തു. പിന്നെ ഒരു മുട്ട ജസ്റ്റ് ഒന്ന് കുറച്ച് ഉപ്പിട്ടിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ട് ജസ്റ്റ് കൊടുക്കും. നമ്മൾക്ക് അത്ര ഓവർ കുക്ക്ഡും എഗ്ഗ് ഇഷ്ടമല്ല, ജസ്റ്റ് ഒന്ന് വാടിയാൽ മാത്രം മതി. അങ്ങനെ അതും ഈ ടിഫിനിലും എല്ലാത്തിലും മുകളിൽ പേരെഴുതണം കേട്ടോ. അതൊരു ടാസ്ക് ഉള്ളതാണ്. ഞാനെന്തോ ഐറ്റ്നർ കൊണ്ടോ അങ്ങനെ എന്തോ ആണ് പുറത്തല്ലേ എഴുതി കൊടുത്തിട്ടുള്ളത്. പക്ഷെ അതൊക്കെ ഇടയ്ക്ക് ഇളകി പോവുകയൊക്കെ ചെയ്യുന്ന കാണാം.